സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആകാശത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട നീല വെളിച്ചം, അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ അരങ്ങേറിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രണ്ട് മനുഷ്യർ ഇതുപോലൊരു നീല വെളിച്ചത്തെ ആകാശത്തിൽ ദർശിച്ചിരുന്നു. എന്നാൽ അതൊരു പറക്കുന്ന പേടകത്തിൽ നിന്നായിരുന്നു. അതിൽ നിന്നും ഇറങ്ങി വന്ന 3 വിചിത്ര രൂപികൾ ആ രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് വളരെയേറെ വിചിത്രമായ, ഒരു കാലത്ത് വലിയ തോതിൽ തന്നെ ചർച്ചകൾക്ക് വിധേയമായിരുന്ന വളരെ പ്രശസ്തമായ പസ്കഗോള അബ്ഡക്ഷൻ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. മനുഷ്യർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത പല കാര്യങ്ങളുടെയും ക്രെഡിറ്റുകൾ നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള അമാനുഷിക ശക്തികളുടെയും പിരടിക്ക് കൊണ്ടുപോയി വെക്കാറാണ് പതിവ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നിരന്തരം എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ അത് ഏലിയനുകളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും അതിർത്തിയിൽ ഇത്തരത്തിൽ വലിയൊരു നീല വെളിച്ചം ആകാശത്തിൽ കണ്ടു എന്ന വാർത്തകൾ വന്നു തുടങ്ങുന്ന അവസരങ്ങളിൽ തന്നെ പല ആളുകൾക്കും വിശദീകരിക്കാനുണ്ടായിരുന്നത് ഇതിനു പുറകിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഏലിയനുകൾ തന്നെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് നോക്കുമ്പോൾ അതൊരു മെറ്റിയോറാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഉൽക്കയാണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു ഉൽക്കയിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം കൊണ്ടായിരുന്നു അത് കത്തി നശിച്ചുകൊണ്ട് ആകാശത്തിലൂടെ നീങ്ങുന്ന അവസരങ്ങളിൽ അതിന് നീല നിറം കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഏലിയനുകളുമായിട്ട് ഈ പാവം മെറ്റിയോറിന് അല്ലെങ്കിൽ ഇത്തരം ഒരു ഇവൻറ്റിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും അവിടെ ഇല്ല എന്ന് ചുരുക്കം. പക്ഷേ പസ്കഗോള അബ്ഡക്ഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ, തട്ടിക്കൊണ്ടുപോകലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ കുറച്ചധികം വിചിത്രമാണ്. 1974 ഒരു TV ഷോയുടെ ഇൻ്റർവ്യൂവിൽ ചാൾസ് ഹിക്സൺ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്നുകൊണ്ട് വളരെ വിചിത്രമായ ചില വാദങ്ങൾ ഉന്നയിക്കുകയാണ്. തൻ്റെ ചില അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് തന്നെയും തൻ്റെ കൂടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 19 വയസ്സ് പ്രായമുള്ള കാൽവിൻ എന്ന് പറയുന്ന വ്യക്തിയെയും ഏലിയനുകൾ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ എല്ലാവരും പറയും ഇതൊരു ഭൂലോക തള്ളാണ്, വലിയൊരു കള്ളമാണെന്ന്. പക്ഷേ അതിനെ സ്വാധീകരിക്കുന്ന നിലയിൽ, അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന നിലയിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള തെളിവുകളും ഇവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നടക്കുന്നത് 1973 ഒക്ടോബർ മാസം 11-ാം തീയതിയാണ്. പതിവ് പോലെ ഫാക്ടറിയിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചാൾസ് ഹിക്സണും അതുപോലെ തന്നെ കാൽവിൻ പാർക്കർ എന്ന് പറയുന്ന 19 വയസ്സ് പ്രായമുള്ള അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന പയ്യനും കൂടെ തൊട്ടടുത്ത റിവറിലേക്ക്, പസ്കഗോള റിവറിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറെ നേരം അവർ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയും മറ്റുമൊക്കെ ഇട്ട് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ സമയം ഒരുപാട് കടന്നു പോയിട്ടും അവർക്കൊരൊറ്റ മീനിനെ പോലും അന്നേ ദിവസം പിടികൂടാനായില്ല. അങ്ങനെ ബോറടിച്ച് അവരിയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ആകാശത്തിലൊരു ശബ്ദം, ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം അവർ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കാണാൻ സാധിച്ചത് എന്തോ 2 വസ്തുവിൽ നിന്ന് ഒരു നീല വെളിച്ചം ആകാശത്തിൽ പൂർണ്ണമായിട്ടും പരന്നിട്ടുള്ളതാണ്. വൈകാതെ തന്നെ അത് അവരോട് അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. പിന്നീട് സൂക്ഷിച്ച് നോക്കിയ അവസരത്തിൽ അതൊരു പറക്കുന്ന പേടകമാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിനേറെക്കുറെ 30 മുതൽ 40 അടി വരെ നീളവും അതുപോലെ തന്നെ 8 മുതൽ 10 അടി വരെ ഉയരവും ഉണ്ടായിരുന്നു. പതിയെ ഈ ഒരു പറക്കുന്ന വിചിത്രമായിട്ടുള്ള പേടകം അവിടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ പേടകത്തിനകത്ത് നിന്നും 3 ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തങ്ങളുടെ കൺമുന്നിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യാതൊരുവിധ എത്തും പിടിയുമില്ലാതെ ചാൾസും കാൽവിനും ആ വിചിത്രമായ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. പതിയെ ആ പേടകത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ 3 രൂപങ്ങൾ ഇവരുടെ അടുത്തേക്ക് നീങ്ങി വരികയാണ്. അവരൊരിക്കലും നടക്കുന്നില്ല, മറിച്ച് പതിയെ വായുവിലൂടെ ഒഴുകി നീങ്ങുന്നത് പോലെയാണ് ആ 3 രൂപങ്ങളെയും അവർക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം തീർത്തും വിചിത്രമായ രീതിയിലാണ്, വിചിത്രമായ രൂപത്തിലാണ് ആ 3 ആളുകളും ഉള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരുടെ എല്ലാം വായകൾ സ്റ്റീൽ റോബോട്ടുകളുടേത് പോലെയായിരുന്നു. അതുപോലെ തന്നെ കൈകളിൽ വിരലുകൾ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഞണ്ടുകളുടേതുപോലുള്ള കൈകളായിരുന്നു ആ 3 വിചിത്ര രൂപികൾക്കും ഉണ്ടായിരുന്നത്. തങ്ങളുടെ കൺമുന്നിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ പല കാഴ്ചകളും കണ്ടതോട് കൂടിയിട്ട് ചാൾസും കെൽവിനും ഒരുപോലെ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട്.
ഈ 3 രൂപങ്ങളും പതിയെ പതിയെ അവരുടെ അടുത്തേക്ക് നീങ്ങി വന്നതോട് കൂടിയിട്ട് എങ്ങനെയും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാമെന്നൊരു ചിന്തയിലേക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെ എത്തിച്ചേർന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് രണ്ടുപേർക്കും അവരുടെ കൈകാലുകൾ ഒന്ന് അനക്കാൻ പോലും ആയില്ല. പൂർണ്ണമായിട്ടും പാരലൈസ് ആയ അവസ്ഥയിലായിരുന്നു ആ രണ്ടുപേരും അപ്പോഴുണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്ക് നീങ്ങി വന്ന ആ 3 വിചിത്ര രൂപികൾ അവർ രണ്ടുപേരെയും പിടികൂടുകയും അവരുടെ ആ പറക്കുന്ന പേടകത്തിനകത്തേക്ക് കയറ്റുകയും ചെയ്തു. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ കൈകാലുകൾ അനക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്കതിന് സാധ്യമായില്ല. മാത്രമല്ല ചുറ്റിലുമുള്ള കാഴ്ചകൾ കാണാനും ശബ്ദങ്ങൾ കേൾക്കാനും ഒക്കെ ഈ ഒരു അവസരങ്ങളിൽ കൃത്യമായിട്ട് ചാൾസിന് കഴിയുകയും ചെയ്യുമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആ പേടകത്തിനകത്തേക്ക് ഇവരെ കയറ്റിയതോട് കൂടിയിട്ട് ഒരു പകുതി മയക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. പിന്നീട് ചാൾസ് പറഞ്ഞത് ഈ ഒരു പേടകത്തിനകത്ത് കണ്ണുപോലുള്ള എന്തോ ഒരു വലിയ വസ്തുവിനടുത്തേക്ക് തങ്ങൾ രണ്ടുപേരെയും ആ വിചിത്ര രൂപികൾ അല്ലെങ്കിൽ ഏലിയനുകൾ കൊണ്ടുചെന്നു. അവിടെ വെച്ചുകൊണ്ട് ആ വലിയ കണ്ണുപോലുള്ള ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ശരീരങ്ങൾ കൃത്യമായ നിലയിൽ തന്നെ ഏലിയനുകൾ സ്കാൻ ചെയ്തെടുത്തു. അതിനുശേഷം പിന്നീട് ഇവരുടെ കൈകളിൽ നിന്നായിട്ട് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഈ വിചിത്ര രൂപികൾ ഈ ഏലിയനുകൾ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ചില വസ്തുക്കളൊക്കെ തന്നെയും ഈ രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് ആ ഏലിയനുകൾ നിരന്തരമായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും ചാൾസിന് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പേടകത്തിനകത്ത് പൂർണ്ണമായും ഒരു ബീപ്പ് സൗണ്ട് മുഴങ്ങി കേൾക്കുന്നതായിട്ട് അയാൾക്ക് അപ്പോഴൊക്കെ തന്നെയും തോന്നിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്. ചാൾസിൻ്റെയും കാൽവിൻ്റെയും ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി അവരുടെ മുടി പോലും മുറിച്ചെടുത്ത് കൃത്യമായിട്ട് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആ ഏലിയനുകൾ രണ്ടാളെയും 2 സ്ഥലങ്ങളിലായിട്ട് ഇറക്കി വിടുകയാണ്. തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വലിയ തോതിൽ തന്നെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്ന ഈ രണ്ടുപേരും ഒരുപോലെ തന്നെ ഓടിച്ചെന്നത് പെസ്കഗോള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തി കൃത്യമായ നിലയിൽ തന്നെ തങ്ങളെ രണ്ടുപേരെയും അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ 3 വിചിത്ര രൂപികൾ അവരുടെ പേടകത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ദേഹത്ത് അവർ നടത്തുകയും ചെയ്തു എന്നൊക്കെ വിശദമായിട്ട് തന്നെ അവിടെയുള്ള പോലീസുകാരോട് കെൽവിനും ചാൾസും ഒരുപോലെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ, ഇവർക്ക് എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇവർ മദ്യപിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ള തോട്ടുകളിലാണ് ആദ്യം തന്നെ പോലീസുകാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിശദമായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ രണ്ടുപേരും മദ്യപിച്ചിട്ടില്ല, കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവർ രണ്ടുപേരും അത്രയും തറപ്പിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്ക് പിന്നെയും വ്യത്യസ്ത തരത്തിലുള്ള ഡൗട്ടുകൾ അവിടെയൊക്കെ തന്നെ ഉടലെടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റിക്കോ മറ്റൊക്കെ വേണ്ടിയിട്ട് ഇവർ ചുമ്മാ നുണയായിട്ട് പറയുന്നതാണോ, ഇവർ പരസ്പരം പ്ലാൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളാണോ ഇതെന്നൊക്കെ വലിയ തോതിൽ തന്നെ പോലീസുകാർക്ക് സംശയങ്ങൾ വരുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെ ഈ രണ്ടുപേരെയും പ്രത്യേക തരത്തിൽ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു മുറിക്കകത്തേക്ക് മാറ്റുകയാണ്. അതിനകത്ത് ഇവർ രണ്ടുപേരും ഒറ്റക്കാണ് എന്ന് കരുതി ചിലപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ ഇതിലുള്ള കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോലീസുകാർ മുതിർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരം ഒരു മുറിക്കകത്തേക്ക് രണ്ടുപേരെയും ആക്കിയപ്പോൾ രണ്ടുപേർക്കും പറയാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും സംസാരിച്ചു കൊണ്ടിരുന്നത് തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഈ വിചിത്രമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചിട്ടായിരുന്നു. ആ പേടകത്തിനകത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അവർ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇവർ രണ്ടുപേരും ആ ഒരു മുറിക്കകത്ത് ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെ തന്നെയായാലും വളരെ കൃത്യമായ നിലയിൽ രണ്ടുപേരെയും 2 സ്ഥലത്ത് വെച്ചുകൊണ്ട് നുണ പരിശോധനയ്ക്ക് പോലീസുകാർ വിധേയമാക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ നുണ പരിശോധനകളിൽ ഇവർ രണ്ടുപേരും വിജയിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും സത്യമാണ് എന്ന ഒരു അവസരത്തിൽ തന്നെ തെളിയുകയാണ്. പോലീസുകാർക്ക് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതോടുകൂടിയിട്ട് കാര്യങ്ങളൊക്കെ തന്നെയും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ആളുകളെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ പിറ്റേ വർഷം 1974 ഒരു TV ഷോയിൽ ഒരു ഇൻ്റർവ്യൂ ചാൾസ് നൽകിയതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പുറം ലോകം അറിയുന്നത്. പിന്നീടുള്ള ഏതാനും നാളുകളിലേക്ക് പത്രമാധ്യമങ്ങളിൽ എങ്ങും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് പെസ്കഗോള അബ്ഡക്ഷനുമായി ബന്ധപ്പെട്ട
ചാൾസിൻ്റെയും കാൽവിൻ്റെയും യഥാർത്ഥ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു അവസരങ്ങളിൽ പല ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് ചാൾസും കാൽവിനും നുണ പറയുന്നതാണ്, അവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു നുണ മാത്രമാണ് ഈ കാര്യങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം വാദങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ ഇവർ രണ്ടുപേരെയും പറ്റി വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇക്കാലം അത്രയും നാട്ടിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്ത വളരെയധികം സൈലൻ്റ് ആയിട്ട് തങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന രണ്ടാളുകളാണ് ഇവർ. അതിനും അപ്പുറത്തേക്ക് ഇത്തരം വാദങ്ങളൊക്കെ വലിയ തോതിൽ വരുമ്പോൾ തെളിവായിട്ട് ചില കാര്യങ്ങൾ കൂടെ ചാൾസും കാൽവിനും ലോകത്തോട് കാണിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അവരുടെ ശരീരത്തിൽ ഏലിയനുകൾ അല്ലെങ്കിൽ ആ വിചിത്ര രൂപികളായിട്ടുള്ള ആളുകൾ വരുത്തി വെച്ച ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ മാർക്കുകളും പാടുകളും ഒക്കെ തന്നെയായിരുന്നു. പോലീസുകാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇഞ്ചക്ഷൻ എടുത്ത പാടുകൾ തന്നെയാണ്. പക്ഷേ ഹോസ്പിറ്റലുകളിലൊന്നും ഇവർ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടില്ല. മാത്രവുമല്ല ഹോസ്പിറ്റലുകൾ എടുക്കുന്ന ഇഞ്ചക്ഷനുകളേക്കാൾ ചില വ്യത്യാസങ്ങളൊക്കെ ഇവരുടെ ഈ പാടുകളിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് ഇവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പെസ്കഗോള അബ്ഡക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 1983 UFO കോണ്ടാക്ട് അറ്റ് പെസ്കഗോള എന്ന് പറഞ്ഞുകൊണ്ട് ചാൾസ് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് അയാൾ സ്വന്തമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. വിചാരിച്ചതുപോലുള്ളൊരു വിജയമൊന്നും ആ ഒരു പുസ്തകത്തിന് അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ വരുമാനമോ മറ്റൊന്നും അതിൽ നിന്നും കൂടുതലായിട്ട് അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. പിന്നീട് 1993 UFO ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത TV ചാനലുകൾക്കും മറ്റൊക്കെ വേണ്ടിയിട്ട് ചില UFO സ്റ്റോറീസും മറ്റൊക്കെ നിർമ്മിച്ച് നൽകുന്ന നിലയിലുള്ളൊരു കമ്പനിയായിരുന്നു ഇത്. അതൊക്കെ തന്നെയായാലും പിന്നീട് 2011 അദ്ദേഹം ഈ ഒരു ലോകത്ത് നിന്ന് വിട പറയുകയാണ് ഉണ്ടായത്. ഇനി കാൽവിൻ്റെ കാര്യത്തിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു വലിയ തോതിൽ തന്നെ മാധ്യമ ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് തിരിഞ്ഞതോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അരങ്ങേറി ഒരാഴ്ച ആകുമ്പോഴേക്ക് തന്നെ കാൽവിൻ നാട് വിടുകയാണ്. പിന്നീട് വ്യത്യസ്ത നാടുകളായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് കാൽവിൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും 2018 അദ്ദേഹം ഒരു ന്യൂസ് പേപ്പറിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ വലിയ തോതിൽ തന്നെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചു. ഒരു സാധാരണ നിലയിലൊരു ജീവിതം നയിക്കുന്നതിന് അത് വലിയ തോതിൽ വെല്ലുവിളികളായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് 3 വിചിത്ര രൂപികളെ കണ്ടു, അവർ തങ്ങളെ പിടിച്ചുകൊണ്ട് പോയി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുൻപൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരം ആകാശത്തിൽ ഒരു നീല വെളിച്ചം കണ്ടു, എന്തൊക്കെയോ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലൊക്കെ തോന്നി. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു സമയമായപ്പോഴേക്ക് തന്നെ അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ ബോധം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും 2018 കാൽവിനും തൻ്റെ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം 2023 ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായ കാൽവിനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതായത് ഈ ഒരു അനുഭവം ഉണ്ടായ 2 ആളുകളും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല, 2 ആളുകളും മരണപ്പെട്ടു എന്ന് ചുരുക്കം. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പിൽക്കാലത്ത് മറ്റൊരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാദങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മെറിയ ബ്ലെയർ എന്ന് പറയുന്ന സ്ത്രീക്ക് പറയാനുണ്ടായിരുന്നത് 1973 ഒക്ടോബർ മാസം 11 ചാൾസും കാൽവിനും കണ്ടതുപോലുള്ളൊരു നീല വെളിച്ചം ഞാനും ആകാശത്ത് കണ്ടിരുന്നു എന്നൊരു കാര്യം തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പെസ്കഗോള റിവറിൻ്റെ തീരത്ത് തൻ്റെ ഹസ്ബൻഡിനെ കാത്തു നിന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ ആകാശത്തിൽ വലിയൊരു നീല വെളിച്ചം താനും കണ്ടിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കും അത് വലിയ രീതിയിൽ പ്രശ്നമാകും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇത്രയും കാലം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മൂടി വെച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചാണ് മരിയ ബ്ലെയറിന് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ആർട്ടിക്കിളുകളും ന്യൂസുകളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും മറ്റു വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള മറ്റു ചില ആളുകൾക്ക് പറയാനുള്ളത് ഇതിവർ കെട്ടിച്ചമച്ച ചില കെട്ടുകഥകൾ മാത്രമാണ് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഒന്നാമതായിട്ടുള്ള വിശദീകരണമായിട്ട് പറയുന്നത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള എക്സാമിനറുടെ അടുത്ത് പോയിട്ടൊരു നുണ പരിശോധന നടത്താൻ ചാൾസ് മടിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പല ആളുകളും വിശദീകരിക്കുന്നത് പലപ്പോഴും ചാൾസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു എന്നതാണ്. കാര്യങ്ങളൊക്കെ തന്നെയും ചേർത്ത് വെച്ച്
ഇതൊരു സത്യമാണോ നുണയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം ലഭിക്കാത്തൊരു ചോദ്യമായിട്ട് അത് അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിയുടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ലോകത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു കാലത്ത് ആളുകൾ സംസാരിച്ചിരുന്ന പല മാധ്യമങ്ങളുടെയും പ്രശസ്തമായിട്ടുള്ള പല പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ പോലും അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇത് സത്യമാകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചാൻസുകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.